നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് ശേഷം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചതിന് ശേഷം ബാക്കി 6 പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കണ്ട് അവർക്കുള്ള ശിക്ഷ വിധിച്ചതിന് ശേഷം മാർട്ടിൻ എന്ന് പറഞ്ഞ 2ാം പ്രതിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളത് സംഗീത ലക്ഷ്മണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡിയുടെ അവരുടെ ഹാൻഡിലാണ്. ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഈ മാർട്ടിൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അതിൽ സംസാരിച്ച സമയത്ത് ഞാൻ കൃത്യമായി പറയുന്നത് ഞാൻ അവരുടെ ഹാൻഡിലാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കേസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൽ ആ പെർട്ടിക്കുലർ വീഡിയോ സർക്കുലേറ്റ് ചെയ്തവർ അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടവർ അതിനടിയിൽ നടിക്കെതിരെ കമൻറ്റ് ചെയ്തവർ അങ്ങനെ അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി ആ വീഡിയോ ഉപയോഗിച്ചവർക്കൊക്കെ കേസായി എന്നാണ് കേൾക്കുന്നത്. ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് മാർട്ടിൻ്റെ വീഡിയോ വെച്ചിട്ട് നടിയെ ആക്രമിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ടോ അവർക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ലീഗൽ കോംപ്ലിക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അവിടെ നിന്ന് പോകും. ഓക്കെ, അത് ഞാനവിടെ പറയുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് പറയുന്നത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞത് എനിക്ക് ഇവൻ ഈ നാടകം കളിക്കുകയാണെന്നും ഇവൻ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്നുള്ളതും അവൻ പറയുന്നതിൽ ഒരു തരത്തിലും സത്യമില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് അവനെ ഞാൻ വലിച്ചു കീറാനുണ്ടായത്. അതുകൊണ്ട് ഇനി ആ വീഡിയോ സർക്കുലേറ്റ് ആവാൻ എൻ്റെ വീഡിയോ ഒരു കാരണമായി എന്നുള്ള രീതിക്ക് വല്ല കേസോ കൂട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മേ ബി ആ വീഡിയോ ഇവിടെ നിന്ന് റിമൂവ് ആവും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും മാർട്ടിൻ്റെ വീഡിയോ ചിത്രീകരിച്ചത് ആര് ഒരു ചോദ്യമാണ്. മാർട്ടിൻ്റെ വീഡിയോ എപ്പോൾ ചിത്രീകരിച്ചു? അടുത്ത ചോദ്യം. മാർട്ടിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് വെച്ചതിന് ശേഷം അതെന്തുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നു? ഇതൊരു വൈറ്റൽ സാധനമാണ്. കാരണം 1ാം പ്രതി ആയിട്ടുള്ള പൾസർ സുനി പറയുന്നത് ഇവിടുത്തെ പോലീസുകാർ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒന്ന് ബാലേന്ദ്രമേനോ വന്ന് പറയുന്നത് പോലീസുകാർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ 2ാം പ്രതി പറഞ്ഞത് ആരും വിശ്വസിച്ചില്ലേ? 2ാം പ്രതി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ മൊഴി അല്ലെങ്കിൽ ഈ ഒരു വേർഷൻ, ഈ ഒരു നറേറ്റീവ് ഇത് കോടതിയിൽ എത്തിയില്ലേ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശുദ്ധ ബുസ്ബുസ്സാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ ആകെ കണക്ട് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും ഗോവ കണക്ഷനും ലാലൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചുരണ്ടി എടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷേ ആ വീഡിയോനകത്ത് ഒന്നുമില്ല. അതൊരു എന്താ പറയുക ഫേക്ക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് മാർട്ടിനെ കൊണ്ട് ആരോ പറയിപ്പിച്ചതാണ്. എന്താണെങ്കിലും ആ പോലീസ് ഓഫീസർ ഇന്ന് സംസാരിച്ചതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. ബിക്കോസ് ഈ കമൻറ്റ് ഇട്ടവരടക്കം ഈ നടിക്കെതിരെ പേര് പറഞ്ഞ് അവരുടെ പേര് കാണിച്ച് കമൻറ്റ് ഇട്ടവർക്കെതിരെ പണി കിട്ടാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനത്തെയുള്ള സെക്ഷൻസ് അതിൻ്റെ കൂടെ തന്നെ IT ആക്ടുള്ള സെക്ഷൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ഒരു സ്പെഷ്യൽ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുവരെ 130ൻ്റെ മേളിൽ ലിങ്ക്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീഡിയോസ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് അറിയാതെ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടാകും. ഞാൻ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുവാണ്, ഇപ്പോൾ തന്നെ പെട്ടെന്ന് അത് എല്ലാ റിക്വസ്റ്റ് ആ വീഡിയോസ് അവർ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് അത് ടേക്ക് ഡൗൺ ചെയ്യേണ്ടതാണ്. അത് ബന്ധപ്പെട്ട് അത് നടത്തില്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ലീഗൽ നടപടികളും പിന്നെ അതിൻ്റെ കൂടെ എടുക്കുന്ന ബാക്കി എല്ലാ ലീഗൽ ആക്ഷൻസ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ എവിടുന്ന് വന്നു, ആര് ഷൂട്ട് ചെയ്തു, എന്ന് ഷൂട്ട് ചെയ്തു, എന്ത് സിനാരിയോയിലാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ അന്വേഷണം ഇനി സ്പെഷ്യൽ സെല്ല് രൂപീകരിച്ചവർ സ്പെഷ്യൽ ടീമായിട്ട് അവർ ഇൻവെസ്റ്റിഗേഷന് പോകാമെന്നാണ് ഇപ്പോൾ സാറിൻ്റെ വർത്താനം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പോട്ടെ, നല്ലതാണ്. കാരണം ഇപ്പം ഈ സാഹചര്യത്തിൽ ഇരയായ നടിയെ ഭയങ്കരമായിട്ട് ആക്രമിക്കാനും അല്ലെങ്കിൽ അവർക്കെതിരെ വേറെ ഒരു പൊതുവികാരം തിരിച്ചുവിടാനൊക്കെ ഉള്ള ഒരു മോട്ടീവ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്കത് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഞാനിട്ട വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഓഫാക്കുകയാണ്. ബിക്കോസ് ആരെങ്കിലും ഇനി എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് ഒരു രോഷം കയറിയിട്ട് അല്ലെങ്കിൽ ഒരു ആവേശം മൂത്തിട്ട് അവർക്കെതിരെ അവരെ പേര് പറഞ്ഞ് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ അത് അവർക്കൊരു കോംപ്ലിക്കേഷൻ ആവരുത്, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടവർക്ക് അതൊരു സീനാവരുത്. കമൻറ്റ് ഇടാതിരിക്കുക ദയവ് ചെയ്ത് അങ്ങനെ. അതുകൊണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഓഫാക്കി ഇടുന്നതാണ്. ആൻഡ് ഇഫ് ഇൻ കേസ് ഇനി അതർ ലീഗൽ ഇഷ്യൂസ് ആർ ദെയർ മീൻസ് ആ വീഡിയോ ഞാൻ എന്ത് ചെയ്യും, അവിടെ ടേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അതൊന്ന്. ഇനി ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു നറേറ്റീവ് മാർട്ടിൻ്റെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ നറേറ്റീവ് മാർട്ടിൻ ആദ്യം മുതലേ പറയുന്നുണ്ട്. ഇത് നറേറ്റീവ് മാർട്ടിൻ മാത്രമല്ല, ഈ ഏട്ടൻ്റെ ഒപ്പം
ദിലീപേട്ടൻ്റെ ഒപ്പം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവൻ്റെ ഒപ്പം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഏട്ടൻ ടീംസ് എല്ലാവരും ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ അത് അഖിൽമാരാണെങ്കിലും സംഗീത ലക്ഷ്മണാണെന്നുണ്ടെങ്കിലും അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയാണെന്നുണ്ടെങ്കിലും സജി നന്ദിയായിട്ടാണെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ ഈ ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നു. ഇനി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു സൈഡിൽ നടന്നോട്ടെ, പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് വീഡിയോസ് ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ റെഫർ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു കാര്യം ഒരു വർഷം മുമ്പ് എൻ്റെ ശ്രദ്ധയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ അത് റീവിസിറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മാർട്ടിൻ്റെ ഈ വീഡിയോ കുറേ പേജിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സംഗീത ലക്ഷ്മൻ്റെ പേജിലാണ് കണ്ടത്. അങ്ങനെ പലരും പല ഹാൻഡിലുകളിലും കണ്ടിട്ടുണ്ട്. ദിലീപ് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് അത് റീപോസ്റ്റ് ചെയ്ത് അന്നിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ന്യൂസ് 18 കേരളത്തിൽ ഒരു വർഷം മുമ്പ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട്. ഗൂഢാലോചന നടത്തിയ സിനിമയിലെ പ്രമുഖരുടെ പേര് പുറത്തുവിടാൻ തയ്യാർ. ഇത് ന്യൂസ് 18ൻ്റെ പ്രൈം ഡിബേറ്റിൽ ശ്രീജിത്ത് പെരുമന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ വീഡിയോനെ കുറിച്ചാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഒറിജിൻ എവിടുന്നാന്നുള്ളത് ശ്രീജിത്ത് പെരുമന പറയേണ്ടി വരും. ഈ വീഡിയോ എങ്ങനെ ശ്രീജിത്ത് പെരുമനയ്ക്ക് കിട്ടി എന്നുള്ളത് ശ്രീജിത്ത് പെരുമന ഡെഫിനറ്റ്ലി പറയേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം മാർട്ടിൻ റിലേറ്റഡ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിന് മുമ്പ് തന്നെ മാർട്ടിൻ്റെ ഒരു വീഡിയോ കണ്ടത് ശ്രീജിത്ത് പെരുമനേൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വയ്ക്കുന്നത്. ഗൂഢാലോചന ആർക്കെതിരെ ആര് നടത്തി എന്നാണ്. കോടതിയിൽ നൽകിയ രഹസ്യമൊഴി നടി ആക്രമിക്കപ്പെട്ട കേസിലെ 2ാം പ്രതി മാർട്ടിൻ വെളിപ്പെടുത്തുന്നു. അതിജീവിതയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ദിലീപിനെ ഒരു ലൊക്കേഷനിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളും തെളിവ് സഹിതം മാർട്ടിൻ പറയുന്നുണ്ട്. പുറകെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി, ചർച്ചകൾ തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് പെരുമന എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ്റെ ഒരു വീഡിയോ കാറിനകത്തുനിന്ന് കാറിനകത്തുനിന്ന് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഞാൻ 2 പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ പല കണ്ടൻറ്റുകളിലായിട്ട് വെച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് കണ്ടൻറ്റുകളൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, എഗെയിൻ അതേ ശ്രീജിത്ത് പെരുമന തന്നെയാണ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ന്യൂസ് 18 കേരളത്തിൻ്റെ പ്രൈം ഡിബേറ്റിൽ ഒരു വീഡിയോനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ഐ ആം ഓൾമോസ്റ്റ് ഷുവർ അത് ഇപ്പം പോസ്റ്റാക്കിയിട്ടുള്ള എല്ലായിടത്തും നിങ്ങൾ കണ്ട മാർട്ടിൻ്റെ വീഡിയോനെ കുറിച്ച് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു തോന്നൽ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ പ്രൈം ഡിബേറ്റിൽ എന്തൊക്കെയാണ് അഡ്വക്കേറ്റ് പെരുമന പറഞ്ഞത് നോക്കാം. താങ്കൾ പറഞ്ഞ നേരത്തെയുള്ള ആ വാദം മുഖവിലക്കെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കാം. ഒന്നുകിൽ ഈ കോമൺ നരേറ്റീവ്, ദിലീപ് പൾസർ സുനിക്ക് വേണ്ടി പണം മുടക്കുന്നു, വക്കീലിനെ സുപ്രീം കോടതിയിൽ വെക്കുന്നു, ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നു, വിചാരണ നടപടികൾ തടസ്സപ്പെടുത്തുന്നു. അതാണ് ഈ കോമൺ നറേറ്റീവ്. അതാണ് ചോദിക്കുന്നത്. അതല്ല എങ്കിൽ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ദിലീപിനെ കുടുക്കുക എന്ന ഉദ്ദേശത്തിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള മറ്റൊരു കോക്കസ്, ഒരു പക്ഷേ ഈ പുറത്തു വരാത്ത പേരുകളുള്ള ഒരു കോക്കസ് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ ദിലീപ് എന്ന് പറയുന്ന നടൻ, നിർമ്മാതാവ് ഒക്കെ വലിയ ഒരു ഫേസിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് മറ്റൊരു വിഭാഗം ചരട് വലിച്ചു. അതായത് മലയാള സിനിമയിൽ പറയുന്ന പവർ ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഉണ്ട്. എന്താ സംശയം പറഞ്ഞ ഞാനും എന്താണ്, ഞാൻ നേരത്തെ ഞാനും ഇതിന്റെയൊക്കെ ഭാഗവാക്കായിട്ടുള്ള ഒരാളാണല്ലോ. എന്നെയൊക്കെ വട്ടത്തിലിട്ടിട്ടൊക്കെ നിങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ എനിക്കറിയാമെന്ന് അതിലുണ്ട്. അപ്പം ഞാൻ ഇപ്പോ അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ചു പേരാണ്. ശ്രീത്തെ അത് സ്പെസിഫിക് ആയിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ച് വിഭാഗമാണ് ഈ പറയുന്ന പൾസർ സുനിക്കടക്കം വക്കീലിനെ അടക്കം റെഡിയാക്കി കൊടുത്ത് പണം കൊടുത്ത് ആ ചരട് വലിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗമാണ്. അതാണോ പറയുന്നത്? സംശയം ഉണ്ടാ പറഞ്ഞേക്ക് ഒരു കാര്യം ചെയ്യാം. പരസ്യമായിട്ട് ഇത് ലൈവാണോ പറഞ്ഞ? ലൈവാണ്, പറഞ്ഞോളൂ ശ്രീത്ത്. ലൈവ് ആണെങ്കിൽ പരസ്യമായിട്ട് പറയാം. ഈ ഫോൺ കോൾ ഈ ഒരു ചർച്ച കഴിഞ്ഞിട്ട് ജോർജ് ജോസഫാർ ഉണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട്. അദ്ദേഹം പല ചർച്ചകളിലും എന്നോട് വന്ന് പറയുന്ന സമയത്ത് ഞാൻ ദിലീപിന്റെ ബന്ധുവാണ്, അതുകൊണ്ട് എന്താണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ ദിലീപ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ജയശങ്കർ സാർ പറയാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഈ ചർച്ച ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം അപർണയ്ക്ക് അതിന്റെ ആ ഗൂഢാലോചനയുടെ ആരൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പേര്, സിനിമയിലുള്ള ആളുകളുടെ പേര്, പ്രമുഖരാണ്, വലിയ പ്രമുഖരാണ്. അതിന്റെ വലിയൊരു തെളിവ്
ഞാൻ അപർണയ്ക്ക് കൈമാറാം. അപർണയുടെ ചാനൽ അത് സംപ്രേഷണം ചെയ്യുമോ? ശ്രീജിത്ത് പെരുമാന ചോദിച്ചത് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം. വലിയ സിനിമയിലെ പ്രമുഖരുടെ പേര് പറയുന്ന ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇവരെ കയ്യിൽ തെളിവായിട്ട് ആരുടെയൊക്കെ പേരുകൾ ഇരിക്കുന്നുണ്ട്, ഒരു പ്രൂഫ് ഉണ്ട്, അത് ന്യൂസ് 18 അയച്ചു തരാം. അപർണ അത് ന്യൂസ് 18 ടെലികാസ്റ്റ് ചെയ്യുമോ? ഇതാണ് ചോദ്യം. അപർണയുടെ ചോദ്യം എന്തായിരുന്നു? ദിലീപിനെതിരെ ഗൂഢാലോചന, ആ നറേറ്റീവ്, ദിലീപിനെതിരെ സിനിമയിൽ ആരൊക്കെയോ ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ കേസിൽ ദിലീപിനെ പെടുത്തിയത് എന്നുള്ള ആ നറേറ്റീവ് നിങ്ങൾക്ക് വെക്കാൻ എന്ത് കാരണം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? 1 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവിടെ കൃത്യമായിട്ട് പെരുമാനം പറയുന്നുണ്ട്. സിനിമയിലുള്ളവരുടെ പേര് പറഞ്ഞിട്ട് തന്നെ ഉള്ള ഒരു തെളിവ്. ഇനി നമുക്ക് ബാക്കി കാണാം. നിങ്ങൾ ആ തെളിവ് കൈമാറും, സംരക്ഷണം ചെയ്യാം. ശ്രീത്ത്, സംരക്ഷണം, നിങ്ങൾ ആ തെളിവ് കൈമാറും, സംരക്ഷണം ചെയ്യണം. പിന്നെ ശ്രീത് പണിക്കരുണ്ട്, പിന്നെ ജയശങ്കർ സാറുണ്ട്, പിന്നെ ഇപ്പൊ നേരത്തെ എന്താണ് ഇതില് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും വിചാരണ ചെയ്ത് ഒരു, അല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ഈ 7.5 വർഷം അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ തെളിവ് എപ്പോഴേ പുറത്തു വരുമായിരുന്നു. ഇത് പുറത്തു വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ എപ്പോഴേ വരുമായിരുന്നു, വരേണ്ടതായിരുന്നില്ലേ? അത്രയും സ്വാധീനം ഒന്നും ദിലീപിനെ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാൾക്ക് ഇല്ല എന്ന് കരുതണോ മാധ്യമങ്ങൾ? നിങ്ങൾ ചോദിച്ചില്ലേ ആരാണ് ഇതിന് പിന്നിൽ നിന്ന്? ഞാൻ ആരാണെന്ന് ഇതിലെ പ്രതികൾ തന്നെ പറയുന്ന ഒരു വളരെ 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 കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, എന്തായാലും വിചാരണയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഞങ്ങൾ വക്കീലന്മാര് പറയുന്ന ആ ഭാഗം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ പിന്നെന്താണ് എഡിറ്റർക്ക് തരാം. അത് അതേപോലെ സംപ്രേക്ഷണം ചെയ്യണം. അതിൽ ഇതേ പാനലിസ്റ്റുകൾ വന്നിരിക്കണം. അപ്പോൾ പേര് ഓരോന്നായിട്ട് ഹേമ കമ്മിറ്റി പൂഴ്ത്തിവെച്ച പോലെ ആയിരിക്കില്ല, ഓരോ പേരായിട്ട്. അപർണയ്ക്ക് ഈ ഡിസ്കഷൻ കഴിഞ്ഞ ഉടൻ ഞാൻ തരാം. നാളെ തന്നെ നമുക്ക് ചെയ്യാമെന്നേ. ഇത് തന്നെയാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഗതി ശ്രീജിത്ത് പെരുമന ഒരുപാട് ഉത്തരം പറയേണ്ടി വരും. പെട്ട അവസ്ഥയാണ് ചങ്ങായി. കാരണം അയാളുടെ വായിന്ന് ചാടി ഇതിലെ പ്രതികൾ പറയുന്ന പ്രൂഫാണ് ഇയാളുടെ കയ്യിലുള്ളത്. അതായത് ദിലീപിനെതിരെ ആര് ഗൂഢാലോചന നടത്തി, സിനിമാ ഫീൽഡിലുള്ള ആര്, പ്രമുഖരുടെ പേര്, പ്രമുഖ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പേരൊക്കെ അടങ്ങിയ ഈ കേസിലെ പ്രതികൾ പറയുന്ന ഒരു പ്രൂഫ്. ദാറ്റ്സ് എ വീഡിയോ പ്രൂഫ് ഓർ ഓഡിയോ പ്രൂഫ്. അന്ന് നമുക്ക് അറിയില്ലായിരുന്നു അത് എന്ത് പ്രൂഫാണെന്നുള്ളത്. ബട്ട് നൗ ഐ ക്യാൻ ഗെസ് അത് ഈ വീഡിയോ ആണ്. മാർട്ടിൻ്റെ വീഡിയോ റെഫറൻസ് വെച്ചിട്ട് തന്നെ ആയിരിക്കണം ഇവിടെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന 1 വർഷം മുമ്പ് ന്യൂസ് 18 കേരളത്തിന് ആ വീഡിയോ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ കോർട്ടിൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ വിധിക്ക് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് കേസിനെ ബാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളിവിടെ ഡിബേറ്റ് നടത്തുമെന്നാണ് ചോദിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഇതേ ടീമിനെ വിളിച്ചിരുത്തി ഡിബേറ്റ് നടത്തുമെന്ന്, അത് വായന ചാടിയതാ തോന്നുന്നു ഇയാളെ വായന. ഇത് പ്രതികൾ പറയുന്നതാണെന്നുള്ളത്. അപ്പം ഇതിൽ പ്രതി ആരാ? മാർട്ടിൻ. എന്താണ് പൾസർ സുനി പറയുന്നത് ഒളിക്യാമറ വെച്ചിട്ട് റിപ്പോർട്ടർ കൊണ്ടുപോയി ചാമ്പി. മാർട്ടിൻ്റെത് എവിടെയും വന്നിട്ടില്ല. മാർട്ടിൻ്റെ ആകെ വന്നിട്ടുള്ളത് ഇപ്പം ഈ വന്ന അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന കാറിനകത്തുനിന്നിട്ട വീഡിയോ, അതല്ലാതെ വന്നത് പിന്നെ ഈ റൂമിനകത്തുനിന്ന് സെറ്റ് അയച്ചെടുത്ത ആ സാധനമാണ്. അപ്പം ഇനി ശ്രീജിത്ത് പെരുമന ഉത്തരം പറയേണ്ടി വരും. ഇതാര് ഷൂട്ട് ചെയ്തു, എപ്പോൾ ഷൂട്ട് ചെയ്തു, ഇത് ഷൂട്ട് ചെയ്യാനുണ്ടായ കാര്യവും കാരണവും എന്ത്? എന്താണെങ്കിലും മാർട്ടിൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്തു എന്ന് അതിൽ പറയാൻ പറ്റില്ല. കാരണം മാർട്ടിൻ്റെ 2 കൈയും താഴെയാണ്. ഇനി ഇവരെ ട്രൈപ്പോഡ് വെച്ച് ഷൂട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈപ്പോഡ് മറ്റേ ഫേസ് ഡിറ്റക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ആളെ ട്രാക്ക് ചെയ്യുന്ന എന്തോ വലിയ റോബോട്ടിക് ട്രൈപ്പോഡ് ആവണം. കാരണം അതിങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല. ആരോ ഷൂട്ട് ചെയ്ത് കൊടുത്താണ്. പിന്നെ ആരോ ബാക്കിൽ ചോദിക്കുന്നുണ്ട് മാർട്ടിനോട് ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദിക്കുന്നത് ആര്? അങ്ങനെ ഒരു വീഡിയോ. ഇതിപ്പോൾ എന്താ അറിയോ, ഇത് ശരിക്കും വേറൊരു ഗൂഢാലോചന ഇത് ഇതിൽ പെടുന്ന സാധനമാണ്. വൻപെടൽ പെടാൻ നിൽക്കുന്ന സാധനമാണ്. ഇതിന് ഉത്തരം പറയേണ്ടി വരും. നാളെ ഈ ഒരൊറ്റ വീഡിയോ മതി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ടീമിലെത്തിക്കഴിഞ്ഞാൽ ശ്രീജിത്ത് പെരുമന കൃത്യമായിട്ട് ഇതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ഞാൻ എവിടെയും പറയുന്നില്ല ശ്രീജിത്ത് പെരുമന ഗൂഢാലോചന ചെയ്തു അല്ലെങ്കിൽ ശ്രീജിത്ത് പെരുമന ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നുള്ളത്. ശ്രീജിത്ത് പെരുമനയ്ക്ക് അറിയുമായിരിക്കും മേ ബി. കാരണം ശ്രീജിത്ത് പെരുമനയുടെ കയ്യിൽ ഇങ്ങനത്തെ വീഡിയോ 1 വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ട് മാർട്ടിൻ്റെ എന്നുണ്ടെങ്കിൽ, മാർട്ടിൻ അന്ന് ബെയിലിൽ ഇറങ്ങിയ സമയത്ത് ഇത് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ശ്രീജിത്ത് പെരുമനയ്ക്ക് അത് ആരെത്തിച്ച് തന്നു എന്നുള്ളത് ശ്രീജിത്ത് പെരുമന പറയേണ്ടി വരുമല്ലോ. അന്വേഷണ കമ്മിറ്റി അന്വേഷിക്കാൻ പോലീസുകാരും ടീം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ സ്പെഷ്യൽ ടീം, പറയേണ്ടി വരും. അപ്പൊ ഇനി ബാക്കി കാണാം. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെയാണ്. ആരാണ് പറയുന്നത് നോക്കുക, ആരുടെ പേരാണ് പറയുന്നത് നോക്കുക. ഇനിയും ഇതിനൊരു അന്വേഷണം ഉണ്ടാവട്ടെ. കാരണം
ഇതിന് പുറകിൽ ആളുണ്ട്. ആ പേരുകളാണ് പറയുന്നത്. ആ പേരുകളുടെ പേരിൽ ഇനിയും അന്വേഷണം ഉണ്ടാവട്ടെ. ഓക്കെ കരിയത്ത്, ഞാൻ അത്ര മുഖവിലേക്ക് എടുക്കുന്നില്ല ശ്രീജിത്ത് പെരുമന പറയുന്നത്. കാരണം ഇത്രയും വലിയ വിഷയം അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ വരുമായിരുന്നില്ലേ? ഞങ്ങളത് കോടതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിളിപ്പലക്കാൻ നിന്നിട്ടില്ല. വായ മൂടി കെട്ടി തുന്നിക്കെട്ടി എത്ര വർഷം? 7.5 വർഷം ദിലീപിന്റെ വായ തുന്നിക്കെട്ടി ഇല്ലേ? തുന്നിക്കെട്ടിയിലെ എന്തെങ്കിലും പറയാനുള്ള സാധനം പിന്നെ ബെയിൽ ഓർഡറിൽ ഉണ്ടായിരുന്നോ? ഒരു പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ തെളിവുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. പക്ഷെ എന്തുകൊണ്ട് ഇത്ര കാലം വന്നില്ല എന്നുള്ളൊരു ഇത്ര കാലം എന്നുള്ള വീടു എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. ദാസ ശ്രീജിത്ത് പെരുമന തരാമെന്ന് പറഞ്ഞു. ശ്രീജിത്ത് പെരുമന ഇന്ന് വേണമെങ്കിൽ ഇന്ന് രാത്രി അപർണയ്ക്ക് തരാം. അപ്പോ ഇനി ഈ ചാനലിന്റെ ഒരു വിശ്വാസതയുണ്ട്. നിങ്ങളത് വെളിയിൽ കൊണ്ടുവരണം. ആരെയും ഭയക്കരുത്. കാരണം പരസ്യമായിട്ടൊരു വേദിയിൽ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്തൊരു സാക്ഷിയാണ്. ലൈവാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻഡസ്ട്രി നന്നാവട്ടെ അതിൽ കൂടെ. ഇത് നിങ്ങൾക്ക് ആരെ കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല ചാനലിന്. ഇതിപ്പോ പബ്ലിക് കേട്ടതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോ ഇത് ചെയ്യേണ്ടി വരണം. കാരണം പുള്ളിയുടെ അഡ്വക്കേറ്റ് പുള്ളി പറഞ്ഞിരിക്കുകയാണ്. വൈകി നോക്കൂ. അതാണ് ഞാൻ നോക്കൂ. പുള്ളി പരസ്യമായിട്ട് തരാമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. കാരണം അങ്ങനെ ഒരു തെളിവാണ് ശ്രീജിത്ത് പെരുമന തരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ന്യൂസ് വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ശ്രീജിത്ത്. ആ തരത്തിലുള്ള ഒരു തെളിവാണ് നിങ്ങൾ തരുന്നതെങ്കിൽ, അതൊരു ചാനലിന്റെ വിശ്വാസ്യതയെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു തെളിവുകളാണ് തരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അപ്പോഴും എന്തുകൊണ്ട് അത് ഇത്ര കാലം പുറത്തു വന്നില്ല? ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ശ്രീജിത്ത് അദ്ദേഹം നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ചാനലിൽ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അതുകൊണ്ട് ചാനലിനെ ഒരിക്കലും ബാധിക്കില്ല. വ്യക്തികളുടെ പേര് പറയുമ്പോൾ ചാനലിനെ ബാധിക്കില്ല. കാരണം തന്നിരിക്കുന്ന ഒരു വക്കീലാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് വരട്ടെ. ഞാൻ പറഞ്ഞ എല്ലാം നല്ലതിന് വരട്ടെ. അത് പോലീസ് അന്വേഷിക്കട്ടെ. അത് ക്രൈം ബ്രാഞ്ചിന് കൊടുക്കട്ടെ. അത് പിന്നെന്താണ് ഈ പറയുന്ന SIT അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കട്ടെ. ഇത് ഞാൻ വെറുതെ പറഞ്ഞാണെങ്കിൽ എന്നെയും പ്രതികരിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യട്ടെ. ഓക്കെ, റൈറ്റ്. ഏതായാലും അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ആ തരത്തിലാണ് പുറത്തുവിടാൻ ഇനിയും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. അത് ഏത് തരത്തിലാണ് ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികളെ തടസ്സപ്പെടുത്തുന്നതിൽ ആ അജ്ഞാത തെളിവും അജ്ഞാത ശക്തികളും ആരാണ് എന്നുകൂടി വ്യക്തമാകുമെങ്കിൽ ആകട്ടെ. എങ്ങനെ ഇരിക്കുന്നു? ശ്രീജിത്ത് പെരുമാണ അവിടെ ഇരുന്ന് വെല്ലുവിളിക്കുകയാണ് ചാനലിനെ. അപ്പോൾ ചാനലുകാർ പറയുന്നത് അയച്ചോ. ഇനിയിപ്പോൾ ചാനലിൽ അത് റിസീവ് ആയിട്ടുണ്ടോ അന്ന് എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. News 18 ശ്രീജിത്ത് പെരുമാന ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതിപ്പോൾ News 18 കേരളം പറയുമെന്നുള്ളത് നമുക്കറിയാൻ പാടില്ലല്ലോ. ഒന്ന്. അടുത്തതെന്താ, അത് ക്രൈം ബ്രാഞ്ചിന് കൊടുക്കാൻ റെഡിയാണ്, SITക്ക് കൊടുക്കാൻ റെഡിയാണ്, എല്ലാം റെഡിയാണ് ശ്രീജിത്ത് പെരുമാന. ഈവൻ എൻ്റെ പേരിൽ കേസ് എടുത്തോ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അത് മാത്രമല്ല, ഇത് കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ വിധിപ്പകർപ്പ് മൊത്തം അരിച്ചു പെറുക്കി നോക്കിയപ്പോഴും മാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ക്ലെയിം വിചാരണ കോടതിയിൽ ചെന്നിട്ടില്ല. ഈ മാർട്ടിനും അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അഡ്വക്കേറ്റ്സ് ഉള്ള സമയത്ത് ഇവൻ ഇത് പറയൂലോ എവിടെയെങ്കിലും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ അവൻ കോടതി വളപ്പിൽ വിളിച്ച് പറയുന്നു. ഇവൻ ഇതൊരു വീഡിയോ 1-2 വീഡിയോ ആയിട്ട് നിങ്ങൾക്കൊക്കെ തരുന്നു. അപ്പം ഇവനെന്താ ഇത് കോടതി പറയാഞ്ഞേ? വൈ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി കിടക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ എന്താ മാർട്ടിൻ എന്ന് പറഞ്ഞ അതിനകത്ത് ഇല്ല, അങ്ങനൊരു പീഡനം അതിനകത്ത് നടന്നിട്ടില്ല. കാറിനകത്ത് ഞാൻ മൊത്തം റിപ്പോർട്ട് വായിച്ച ഒരാളാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് എനിക്ക് കിട്ടി. ഞാനത് വായിച്ചു ഒരാക്കും. ഞാൻ പറയാലോ, ഇതിങ്ങനെ മറ്റേ അഖിൽമാരാർ പറയുന്ന പോലെ കാറിൻ്റെ ബാക്കിൽ എങ്ങനെ, ഇതൊന്നും ഉളുപ്പില്ലാത്തവരും ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സംശയങ്ങൾ പലതും അതിനകത്തുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം 8ാം പ്രതിയെ വെറുതെ വിട്ടത് റിലേറ്റഡ് ആയിട്ട് പോലീസുകാർ ഫാബ്രിക്കേറ്റ് ചെയ്ത രീതിയിലുള്ള പല സാധനങ്ങളും അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഇര കൊടുത്ത മൊഴിയിൽ ആ മൊഴി വായിച്ചു കഴിഞ്ഞാൽ അവരനുഭവിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിട്ട ക്രൂരത അത് ഫോറൻസിക് തെളിയിച്ചതാണ്. ഫോറൻസിക് റിപ്പോർട്ടുണ്ട് അതിന് പലതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കോടതി പറയുന്നത്. അല്ലാതെ ഈ മൊബൈലിലെ വീഡിയോ നോക്കിയിട്ട് കോടതി ഇതിൽ പീഡനം നടന്നു അല്ലെങ്കിൽ നടന്നില്ല ഇങ്ങനെ പറയുന്നതല്ല.
അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്, മനസ്സിലായോ? ഇത് വേറെ കുറേ ആസ്പെക്റ്റിലാണ് ഈ കേസിൻ്റെ മെറിറ്റ് ഡൗൺ ആവുന്നത്. ഇതിൻ്റെ എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസിൻ്റെ ക്രെഡിബിലിറ്റി അതിൻ്റെ മുകളിലാണ്. അത് ഇരയായ അവർ കൊടുത്ത മൊഴിയുടെ ക്രെഡിബിലിറ്റി അല്ല, അതിൻ്റെ മുകളിലല്ല. അത് ക്രെഡിബിൾ ആയിട്ട് തന്നെയാണ് കോടതി എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ശ്രീജിത്ത് പെരുമന വരും ദിവസങ്ങളിൽ അന്വേഷണം ഇപ്പം എന്താണെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. മാർട്ടിൻ്റെ വീഡിയോ തന്നെയാണോ നിങ്ങൾ ഈ ന്യൂസ് ചർച്ചയിൽ ഒരു വർഷം മുമ്പ് പറഞ്ഞ ആ തെളിവ് എന്നുള്ളത് പറയണം. പിന്നെ നിങ്ങൾ ഇനി അതല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ അപ്പം എന്തോ തെളിവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് നിങ്ങൾ പുറത്ത് വിടണം, അല്ലെങ്കിൽ നിങ്ങൾ ആ തെളിവ് പോലീസിന് കൊടുക്കണം. ഇനിയിപ്പോൾ എന്തായാലും കോടതി വിധിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പുറത്ത് വിടാം. മനസ്സിലായി? നിങ്ങളൊരു അഡ്വക്കേറ്റാണ്, നിങ്ങൾ അതിൻ്റെ A to Z നോക്കി കംപ്ലീറ്റ് ഭാഗങ്ങളും സീൽ ചെയ്ത് അത് ഇരയ്ക്ക് മോശമാവാത്ത രീതിയിൽ അത് നിങ്ങൾക്ക് പുറത്ത് വിടാം. മനസ്സിലായില്ലേ? ശ്രീജിത്ത് പെരുമന പറയണം, നിങ്ങൾ ഒരു വർഷം മുമ്പ് പറഞ്ഞത് ഈ മാർട്ടിൻ്റെ വീഡിയോനെ കുറിച്ചാണോ? ആണെങ്കിൽ അത് ആര് തന്നു, ആര് ഷൂട്ട് ചെയ്തു, അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതിന് ഉത്തരം പറയണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അതിന് എന്ത് തെളിവുണ്ട് അത് നിങ്ങൾ പുറത്തും കൊണ്ടു. ഓക്കെ, റെസ്റ്റ് ഈസ് അപ് ടു ശ്രീജിത്ത് പെരുമന. ഞാനെന്താണെങ്കിൽ ഇങ്ങനെ കാര്യം കണ്ടു, അത് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഞാൻ പറയണ്ടായിരുന്നു, ഞാൻ മാർട്ടിൻ്റെ വീഡിയോ കണ്ടത് സംഗീത ലക്ഷ്മണൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് ഞാൻ കണ്ടതും ഞാൻ ആ വീഡിയോ എടുത്തതും. ഇതേ സംഗീത ലക്ഷ്മൺ അടക്കമുള്ളവർ പേര് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള മോശമായ സംസാരം. എനിക്ക് സംഗീത ലക്ഷ്മണൻ്റെ വീഡിയോ എടുത്തു വെച്ച് കൊണ്ടുവരാൻ ഇവിടെ താല്പര്യമില്ല. ഒന്നാമത് കാരണം അത് വളരെ മോശമായിട്ട് അവർ പല സാഹചര്യങ്ങളിലും ഇത്രയും വർഷത്തിനിടയിൽ ഇരയെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. അവരിതൊരു സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇരയെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയി അകത്തിട്ടു. സംഗീത ലക്ഷ്മണനെ ഒന്നും തൊട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. എന്തൊക്കെ ഒരെണ്ണം അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്നാണ് കംപ്ലീറ്റ്ലി അവർ കൊടുത്ത പല വീഡിയോസും പല ചാനലിനും കൊടുത്തതും കാണുന്നത്. ഭയങ്കര എന്താ പറയുക, നമുക്ക് കേട്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങൾ അവർ. ഓക്കെ, കേസിൻ്റെ കാര്യങ്ങളിൽ അവരവരുടെ സംശയങ്ങളോ ഊഹാപോഹങ്ങളോ അവർ പറഞ്ഞോട്ടെ, അപ്പോൾ നമ്മളും പറയാറുണ്ട്. പക്ഷേ ഇരയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ, അതും ഡയറക്റ്റ് പേര് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടും ഒന്നുമില്ല. പിന്നെ എനിക്കിതും ചോദിക്കാണ്ട്, ഇരയായ വ്യക്തിക്ക് ഇരയോടാണ് പറയുന്നത്, നിങ്ങളത് കേൾക്കുക കാണുമെന്ന് എനിക്കറിയില്ല. ഇനി അവരുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും കേൾക്കുന്നു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർട്ടിൻ്റെ വീഡിയോ വന്നപ്പോൾ കേസ് കൊടുത്ത പോലെ തന്നെ വേണം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നവർക്ക് കേസ് കൊടുത്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരെയും ഹാൻഡിൽ ചെയ്യണം. മനസ്സിലായോ? ഇവരെയും നിങ്ങൾ അതുപോലെ ഹാൻഡിൽ ചെയ്യണം. കാരണം ഇവരൊക്കെ നിങ്ങൾ അത്രയും ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പേര് പറഞ്ഞ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ നിങ്ങൾ നിയമ നടപടിക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. ഓക്കെ, എന്താണെങ്കിലും ഇങ്ങനൊരു കേസും കൂട്ടവും മാർട്ടിൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ട് കണ്ടപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എവിടെ എത്തും നമുക്കറിയില്ലല്ലോ. ഇത് എൻ്റെ ഇൻവെസ്റ്റിഗേഷനൊന്നുമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു കാര്യം ഞാൻ തൂക്കിക്കൊടുന്ന് വെച്ചു എന്നുള്ളൂ. ഓക്കെ.